ബി രാധാകൃഷ്ണമോഹനൻ, നമ്മൾ ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞത്. ഒപ്പം തന്നെ വളരെ കൃത്യമായ ചില പകപോക്കൽ കൂടി പി സി ജോർജിൻ്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ മുനമ്പത്തുകാരുടെ കൂടെ ഷോൺ ജോർജ് നിൽക്കുന്ന, പി സി ജോർജ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SFIOയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഷോൺ ജോർജാണ് എന്ന വലിയൊരു വിമർശനവും ആക്ഷേപം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയൊക്കെ കുടുംബത്തിലേക്ക് വരെ SFIO കടന്നു കയറിയ ഒരു സാഹചര്യമൊക്കെയുണ്ട്. തീർച്ചയായും ഒരു പകപോക്കൽ കൂടി പി സി ജോർജിൻ്റെ വിഷയത്തിൽ ഉണ്ടായിട്ടില്ലേ? നാളെ അത് ഷോൺ ജോർജിലേക്ക് കൂടി എത്താനുള്ള സാധ്യതയില്ലേ? വളരെ പെട്ടെന്ന് മറുപടി. തീർച്ചയായിട്ടും ഇതൊരു, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇത് CPM-ന്റെയും മുസ്ലിം ലീഗിന്റെയും അതേപോലെ കോൺഗ്രസിന്റെയും എല്ലാം സംയുക്തമായ ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അതിൽ ഈ അവരെല്ലാവരും ഒരുമിച്ച് പരസ്പര സഹകരണ സംഘമായിട്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ദശാബ്ദങ്ങളായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു രാഷ്ട്രീയത്തിന്റെ തുടർച്ച, ആ തുടർച്ചയുടെ ഇടക്കാലത്ത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ശ്രീ പി സി ജോർജ് ഇന്ന് ചില വസ്തുതകളൊക്കെ തുറന്നു പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പരിശ്രമിച്ചത് എന്താ? മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജന കാലം മുതൽ നാളിതുവരെയുള്ള ലീഗിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിനും ഒരു ഹിഡൻ അജണ്ടയും ആ ലീഗിനെ ചിലപ്പോൾ തുറന്നു കാണിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയും. അപ്പൊ ആ നിലയിലെല്ലാം അവരുടെ അവസാനം അദ്ദേഹം ഈ ചർച്ചയിൽ പോലും ആ ലീഗും അതേപോലെയുള്ള ചില സമാനമായ ഇതര മത സംഘടനകളുമായിട്ട് ലീഗ് ഒരുമിച്ചുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിലെ നിലപാടിനെ കുറിച്ചൊക്കെ അദ്ദേഹം വ്യാഖ്യാനിക്കാനാണ് ചർച്ചയിൽ പോലും ശ്രമിച്ചത്. അപ്പൊ അങ്ങനെയെല്ലാം ഉള്ള അദ്ദേഹത്തിന്റെ സമീപനം, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സമീപനമല്ല. ദശാബ്ദങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിന്റെ തുടർച്ചയും അദ്ദേഹത്തിന്റെ സമീപനവും ഇന്ന് ഒന്നായി വരികയാണ്. ആ സമീപനം പക്ഷേ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് അത്ര ദഹിക്കുന്നില്ല.